ഡോക്ടർ എൻ ജയരാജ്. സാർ, ഞാൻ അങ്ങേക്ക് 2 മിനിറ്റ്. അപ്രോപ്രിയേഷൻ ബില്ലിനെ അനുകൂലിക്കുകയാണ്. ഈ ബില്ല് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2024-25 കാലയളവിൽ ചെലവഴിക്കപ്പെട്ട ബഡ്ജറ്റിന് അപ്പുറത്തേക്ക് ചെലവഴിക്കപ്പെട്ട തുകയ്ക്ക് കിട്ടുന്ന അംഗീകാരത്തിന് വേണ്ടിയുള്ള ബില്ല് തീർച്ചയായിട്ടും ഗവൺമെൻറ് കാലാകാലങ്ങളിലുണ്ടാകുന്ന കൂടുതൽ ചെലവുകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ അടിയന്തരമായ ഘട്ടങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങൾ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി കണ്ടെത്താൻ വേണ്ടിയുള്ള ബില്ല് തീർച്ചയായിട്ടും അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. സാർ, ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സത്യത്തിൽ കഴിഞ്ഞ ഈ ബഡ്ജറ്റിൻ്റെ സമയത്ത് ഞാനൊരു കൈപ്പുസ്തകം തയ്യാറാക്കരുത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട്. അതിനകത്ത് അന്ന് ഞാൻ പറഞ്ഞു വെച്ചതിൻ്റെ അഡീഷണലായിട്ടുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന വലിയൊരു അവഗണന അത് പല തലങ്ങളിലുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്, നമുക്ക് സംസ്ഥാനങ്ങൾക്കാൾ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം ഏതാണ്ട് 41%, 42-ൽ നിന്ന് 41% ഇത് വെട്ടിക്കുറച്ചതാണ് ആദ്യം. ആ വിഹിതം 40% വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഏത് രൂപത്തിലും സംസ്ഥാനങ്ങളെ വല്ലാതെ ഞെരുക്കുന്ന ഒരു കേന്ദ്ര സംവിധാനത്തിൻ്റെ പിന്നിലാണ് നമ്മളിപ്പോഴും ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഈ വെട്ടിക്കുറയ്ക്കലോടുകൂടി കേരളത്തിന് 1000 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ നഷ്ടത്തിനിടയിലുമാണ് നമ്മൾ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളത് എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു മികച്ച ധനകാര്യ മാനേജ്മെൻറ്റ്, കാരണം പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യുന്ന വലിയ കാര്യങ്ങളെ എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെയും ധനവകുപ്പിനെയും ഗവൺമെൻറ്റിനെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.